കടൽക്ഷോഭം രൂക്ഷമായ തീരദേശ മേഖലയിൽ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി മത്സ്യത്തൊഴിലാളികൾ. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പദ്ധതികൾ വാഗ്ദാനം ചെയ്ത് വഞ്ചിച്ചെന്നാണ് പൊഴിയൂരിലെ മത്സ്യത്തൊഴിലാളികളുടെ പ്രതികരണം. സിപിഐഎമ്മിന് വോട്ട് ബാങ്ക് മാത്രമാണ് ലക്ഷ്യമെന്നും തീരദേശവാസികൾ ജനം ടിവിയോട് പ്രതികരിച്ചു. കടൽക്ഷോഭം രൂക്ഷമായ തിരുവനന്തപുരം ജില്ലയിലെ തീരദേശ മേഖലകൾക്ക് ജാഗ്രതാ നിർദ്ദേശം തുടരും. തിരുവനന്തപുരത്തിന് തെക്കൻ തീരദേശ മേഖലകളിൽ കഴിഞ്ഞ ദിവസം തുടങ്ങിയ കടൽക്ഷോഭം ഇപ്പോഴും തുടരുകയാണ്. പൊഴിയൂർ മേഖലയിൽ ഉയർന്ന തിരമാലകളിൽ തീരദേശ മേഖലയിലെ പല വീടുകളും കടലെടുത്തു. ദിവസങ്ങളായി തങ്ങൾ ഉറങ്ങിയിട്ടെന്നും സംസ്ഥാന സർക്കാരിന്റെയും മുഖ്യമന്ത്രിയുടെയും കെടുകാര്യസ്ഥതയാണ് തീരദേശ ജനങ്ങളുടെ ദുരിതത്തിന് കാരണമെന്നും മത്സ്യത്തൊഴിലാളികൾ ജനം ടിവിയോട് പ്രതികരിച്ചു. മുഖ്യമന്ത്രിയുടെ സഹായം പ്രഖ്യാപനം മാത്രമാണെന്നും 50 കോടി രൂപയിൽ 50 പൈസ പോലും ചെലവഴിച്ചിട്ടില്ലെന്നും രൂക്ഷ വിമർശനം. സംസ്ഥാന ഗവൺമെന്റ് ചെയ്യേണ്ടത് ഒന്നും ചെയ്യുന്നില്ല എന്നാണ് MP പറയുന്നത്. ഇവർ വന്ന് വാഗ്ദാനങ്ങൾ പറയുന്നതല്ലാതെ ഇവിടെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. തീരദേശവാസികൾ ഇപ്പോഴും പേടിച്ചാണ് കഴിയുന്നത്. ഇപ്പം ഞങ്ങൾക്ക് ഈ ഗ്രാമം തന്നെ പൂർണ്ണമായി നഷ്ടമാകുമോ എന്നുള്ള ഇതാണ്. ഉടനെ ചെയ്യാം എന്നുള്ളതല്ലാതെ ഇവിടെ ഇന്ന് വരെ ഒരുത്തരെ കാണുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. അതേസമയം തീരദേശ മേഖലയിലെത്തുന്ന CPM ജനപ്രതിനിധികൾക്ക് തെരഞ്ഞെടുപ്പ് സമയം മാത്രമേ തങ്ങളെ അറിയൂ എന്ന് തീരദേശവാസികൾ വിമർശിച്ചു. ഞങ്ങൾ കമ്മ്യൂണിസ്റ്റിനിടും, ഞങ്ങൾ നമ്മൾ ഓർമ്മ വന്ന കാലം കമ്മ്യൂണിസ്റ്റ്, ഇപ്പോൾ അവരെ കൊണ്ടുവരുന്ന നേട്ടമില്ല. ഞങ്ങൾ കണ്ടാൽ പോലെ തിരിഞ്ഞു നോക്കൂല, ആറൊന്നും പോലെ അറിയാത്തവരാണ് ഇപ്പൊ ഈ മെമ്പർമാർ. ഭാര്യയ്ക്കും മക്കൾക്കും മാത്രമായി പ്രവർത്തിക്കുന്ന മുഖ്യമന്ത്രി കേരളത്തിന്റെ സ്വന്തം സൈന്യത്തെ തിരിഞ്ഞു നോക്കുന്നില്ലെന്നും ചോദ്യം. പൂർണ്ണമായി ഇതാണ് ഞങ്ങളെ വീട് നോക്കി, ഇതെല്ലാം ഞങ്ങൾ നശിച്ചു കിടക്കുന്നതാണ്. പോസ്റ്റ് വരെ ഞങ്ങളെ വീടിൻ്റെ അടുത്ത് താമസം, ഞങ്ങൾക്ക് ആരും കിടക്കാൻ മാടമില്ല. ഞങ്ങൾ കടവാറാൻ തരാണ് കിടക്കുന്നത്. ഈ സർക്കാരുകാർ ഇവിടെ വന്ന് ഞങ്ങളെ നോക്കിയോ? എന്തെങ്കിലും തിരിഞ്ഞു നോക്കിയോ? അവൻ കസേരയിലിരിക്കണം, അവന്റെ ഭാര്യ മക്കളെ വളർത്താൻ ഞങ്ങളെ ആരും നോക്കണം. ജില്ലയുടെ തീരദേശ മേഖലകളിൽ ഇപ്പോഴും കടൽക്ഷോഭം തുടരുകയാണ്. ഉയർന്ന തിരമാല വരും ദിവസങ്ങളിലും തുടരുമെന്നും മുന്നറിയിപ്പുണ്ട്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും വിനോദസഞ്ചാരികളും കടലിൽ ഇറങ്ങരുതെന്ന മുന്നറിയിപ്പും തുടരുകയാണ്. ജില്ലയിൽ കൺട്രോൾ റൂമുകളും തുറന്നിട്ടുണ്ട്. ആശങ്കയോടെ അല്ലാതെ ഈ വീടുകളിൽ ഉറങ്ങാൻ കഴിയില്ല. കേരളത്തിന്റെ സ്വന്തം സൈന്യമെന്ന് പറയുന്ന കടലിന്റെ മക്കളുടെ അവസ്ഥയാണ് ഈ കാഴ്ചകൾ. ഇനിയെങ്കിലും സർക്കാരിന്റെ കണ്ണ് തുറന്നേ മതിയാകൂ. ക്യാമറാമാൻ അനീഷ് കാട്ടാക്കടയ്ക്കൊപ്പം S. ശാലിനി, ജനം, തിരുവനന്തപുരം.